റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആഭ്യന്തര കുറ്റവാളി, അതായത് ഒരുപാട് നമ്മൾ വളരെ നേരത്തെ റിലീസ് ചെയ്യേണ്ടിരുന്ന ഒരു സിനിമ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയിട്ട് ഇന്ന് എന്തായാലും തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. സേതുനാഥ് പത്മകുമാർ, അവിടുന്ന് തുടങ്ങാം നമുക്ക് ആദ്യം. അതിൻ്റെ ഒരു ഡയറക്ടറാണെന്ന് മാത്രമല്ല, അതിൻ്റെ കഥയും തിരക്കഥയും ഏതാണ്ട് സംഭാഷണവും എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ സംവിധായകനും അദ്ദേഹം തന്നെയാണ്, സേതുനാഥ് പത്മകുമാർ എന്ന് പറയുന്നത്. കാര്യം അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞാൽ അതേ ഇത്തരത്തിലുള്ളൊരു സിനിമയ്ക്ക് ഇത്തരത്തിലുള്ളൊരു കഥയും തിരക്കഥയും ഒരുക്കുക, ഇത്തരത്തിലുള്ളൊരു സിനിമയുടെ സംവിധായകനായി മാറുക എന്ന് പറയുന്നതിനകത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ അഭിനന്ദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ബാക്കി നമുക്ക് സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്കറിയാം ആസിഫ് അലിയെ പോലുള്ള, അല്ലെങ്കിൽ ജഗദീഷും ഹരിശ്രീ അശോകനും വിജയകുമാറും സിദ്ധാർത്ഥ് ഭരതനും ഒക്കെ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. നമ്മളിപ്പം ഈ സിനിമയ്ക്കകത്ത് കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണ്, അത് ഒരു പുരുഷപക്ഷ സിനിമ എന്നുള്ള രീതിയിൽ വളരെ മുമ്പേ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നിറഞ്ഞ രീതിയിൽ, അതായത് ഒരു മാധ്യമങ്ങളിൽ പോലും ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ഒരു പുരുഷപക്ഷ സിനിമയാണെന്ന്. ഈ പുരുഷപക്ഷ സിനിമയെന്ന് പറയുമ്പം നമ്മൾ മലയാള സിനിമയിൽ ഒരുപാട് സ്ത്രീപക്ഷ സിനിമകൾ കണ്ടിട്ടുണ്ട്, ചില പുരുഷപക്ഷ സിനിമകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കഥ പറയുമ്പം, പ്രത്യേകിച്ച് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധം ഒരു ഡിവോഴ്സിലേക്കൊക്കെ പോകുന്ന സമയത്ത്, അത് കോടതികളിലൊക്കെ എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫാമിലി കോടതികളിലൊക്കെ എത്തുമ്പം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് എത്ര സിനിമാക്കാർ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സിനിമ, ഇത്തരത്തിലുള്ളൊരു വിഷയം ഈ രീതി കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. അത്തരത്തിലുള്ള സിനിമകൾ ചിലപ്പോൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക്, ഇപ്പോൾ പുരുഷനെ ന്യായീകരിക്കുന്ന സിനിമയും അല്ലെങ്കിൽ സ്ത്രീയെ ന്യായീകരിക്കുന്ന സിനിമയും അല്ലെങ്കിൽ രണ്ടു പക്ഷവും പറയുന്ന സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകളിനകത്ത് കൈകാര്യം ചെയ്യുന്ന കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളാണ് ഇതിനകത്ത് എടുത്തു പറയത്തക്ക രീതിയിൽ, അതായത് പലരും ഇത്തരത്തിലുള്ളൊരു സിനിമ എടുക്കാൻ മടിച്ചെടുത്ത് ഇത്തരത്തിലുള്ളൊരു സിനിമയായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു സംവിധായകനായിട്ടുള്ള സേതുനാഥ് പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള എനിക്കുള്ള ഒരു ബഹുമാനം എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു സ്നേഹം എന്ന് പറയുന്നത്. കാര്യം ഇത്തരത്തിലുള്ളൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന ഏറ്റവും അത്യാവശ്യമാണ്. കാര്യം നമ്മളിപ്പോൾ പറയാൻ, ഇപ്പം ഇത്തരത്തിലുള്ള സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് പലരും പറയാറുണ്ട് സ്ത്രീപക്ഷ, ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം പലരും പറയാൻ സാധ്യതയുണ്ട് മെൻസ് അസോസിയേഷൻ ഇത്തരത്തിലുള്ളൊരു സിനിമകൾ ഏറ്റെടുക്കുമെന്നൊക്കെ പല പ്രേക്ഷകരും പലയിടത്തും പറയുന്നതായിട്ട് കാണാൻ സാധിച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പോൾ സ്ത്രീകളുടെ പക്ഷം എന്നുള്ളതല്ല, ഇപ്പോൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് അവർ തുല്യനീതി എന്ന് പറയുന്നുണ്ട്, അവർക്ക് തുല്യനീതി വേണമെന്ന്. പക്ഷേ പുരുഷൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് പുരുഷൻ അനുകൂലമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏതാണ്ട് വലിയ വിരുദ്ധമായിട്ടുള്ള, അതായത് ഒട്ടും അനുകൂലിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഏതാണ്ടൊരു വലിയ സംഭവമായിട്ട് മാറുന്ന ഈ കാലത്താണ് ഈ സിനിമയ്ക്കുള്ള ഒരു പ്രസക്തി എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു സാധാരണഗതിയിൽ ഒരു സിനിമ പോലെ സാധാരണ ഒരു സിനിമയുടെ കഥ പറഞ്ഞു പോയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം വളരെ നല്ല രീതിയിലാണ് ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റം. അതായത് എനിക്ക് തോന്നുന്നു ആദ്യ പകുതിയെക്കാട്ടിലും രണ്ടാം പകുതിയാണ് ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്നത്. അതായത് രണ്ടാം പകുതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ആസിഫ് അലി ആണെങ്കിലും എനിക്ക് തോന്നുന്നു അതിനൊക്കെ മുകളിൽ നിൽക്കുന്ന കുറച്ച് വളരെ അധികമില്ലാത്ത വളരെ മികച്ച പെർഫോമൻസുമായിട്ട് ഇപ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ്റെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസുകളിൽ ഒന്നായിട്ട് നമുക്ക് കണക്കാക്കാം. നമുക്കറിയാം പല സിനിമകളിലൂടെ താൻ ഏറ്റവും മികച്ച ഒരു നടനാണ്, അതായത് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളാണെന്ന് സിദ്ധാർത്ഥ് ഭരതൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തെളിയിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. അതുപോലെ ഹരിശ്രീ അശോകനാണെങ്കിലും അസീസ് ആണെങ്കിലും, പിന്നെ ആസിഫ് അലിയെ നമുക്കറിയാം. ആസിഫ് അലി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മലയാള സിനിമയിൽ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന കഥകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നായക വേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അംഗീകാരങ്ങളും കൂടെ. ഇപ്പോൾ 2018 എന്ന് പറയുന്ന സിനിമയാണെങ്കിലും, കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന സിനിമയായാലും, അങ്ങനെ ആസിഫ് അലിയുടെ കഴിഞ്ഞ കുറച്ച് നാളത്തിനുള്ള ഏത് സിനിമ നമ്മൾ എടുത്താലും എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യാനുള്ള സിനിമകൾ തന്നെയാണ് അദ്ദേഹം എടുക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ കണക്ക് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയോടുകൂടി പറയാൻ സാധ്യതയുള്ള സിനിമകൾ തന്നെയാണ് അദ്ദേഹം എടുക്കുന്നത്. കാര്യം അതിനൊക്കെ പറ്റുന്ന സിനിമകളാണ് ഈ സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്നത്. ഇപ്പം ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് പറയുന്നതും അല്ലെങ്കിൽ ഇതിനകത്ത് പറയാത്തതുമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇനിയും നിലനിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ നമ്മളിപ്പോൾ തുല്യതയെന്നും അല്ലെങ്കിൽ തുല്യത വേണമെന്ന് സ്ത്രീകൾ പറയുമ്പം പലപ്പോഴും പുരുഷന്മാർക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ആരും മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു അത്രയും ആഴത്തിൽ ഈ സിനിമ തന്നെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ എന്നാലും ഒരുവിധം ഒരു പുരുഷൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പുരുഷനുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പം സിനിമയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും നമുക്കറിയാം, ഇപ്പോൾ ഒരു കോടതിയിൽ ഒരു കേസും ഒക്കെ ആയിട്ട് ചെല്ലുന്ന സമയത്ത്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഡിവോഴ്സ് കേസും ഒക്കെ ആയിട്ട് മുന്നോട്ട് ചെല്ലുമ്പം ഒരു പുരുഷനെ ബുദ്ധിമുട്ടിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ സ്ത്രീക്ക് അനുകൂലമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കറിയാം. ഇപ്പോൾ 498 എന്ന് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇതൊന്നും പുരുഷന് ഒരു സ്ത്രീക്കെതിരെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ 498
ഇമ്മീഡിയറ്റ് ഒരു സ്ത്രീക്കെതിരെ ഒരു ഭർത്താവിന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഒരു പുരുഷന് സ്ത്രീക്കെതിരെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. പക്ഷേ സ്ത്രീക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് നമ്മുടെ നിയമത്തിലുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നാളെ പുരുഷനും അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ഈ പറഞ്ഞ കണക്ക് പീഡനങ്ങൾ അനുഭവിക്കുന്ന പുരുഷനും അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ഭാവിയിൽ ഉണ്ടായി കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉള്ള പുരുഷന്മാർ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പം ഇത്തരത്തിലുള്ളൊരു വിഷയം കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇത്തരത്തിലുള്ള സിനിമ ഒരു മസ്റ്റ് വാച്ച് എന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും മസ്റ്റ് വാച്ചിനുള്ളതുണ്ടോ എന്ന്. ഈ കൈകാര്യം ചെയ്യുന്ന വിഷയം വെച്ച് നോക്കുമ്പം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കണക്ക് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം അങ്ങനെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ കണ്ടു എന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷം പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ല, ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓരോ പുരുഷനും കണ്ടിരിക്കേണ്ടെന്ന ആവശ്യമുണ്ട്. കാര്യം അല്ലെങ്കിൽ ഓരോ സ്ത്രീയും കണ്ടിരിക്കേണ്ടെന്ന ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള പ്രേക്ഷകൻ കണ്ടിരിക്കേണ്ടെന്ന ആവശ്യമുണ്ട്. കാര്യം എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നും എല്ലാവർക്കും തുല്യമായിട്ടുള്ള കാര്യങ്ങൾ വേണം എന്നുള്ള രീതിയൊക്കെ നമുക്കറിയാം. ആ രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു സിനിമ തിയേറ്ററിലേക്ക് ഒരുക്കിക്കൊണ്ടുവന്ന ഇതിൻ്റെ സംവിധായകനും ആസിഫ് അലിയും ഒക്കെ വളരെ അഭിനന്ദനം അർഹിക്കുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഒരു മസ്റ്റ് വാച്ച് തന്നെയാണ്. തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണണം. ഇതിനകത്ത് പറയുന്നിരിക്കുന്ന കഥയും അതിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഏതായാലും ആഭ്യന്തര കുറ്റവാളി ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ആസിഫ് അലിയുടെ എല്ലാ സിനിമകളും വലിയ വിജയമായി തീർന്ന കണക്ക് ഇതും ഒരു വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു.